പിതാവിനും പുത്രനും പരിശുദ്ധരുവായിക്കും സ്തുതി. അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി. He is in Kerala. Still, we always remember him in our prayer gatherings. He is always revered. Respected Ebiachin, Vice President of Diocesan MMES. Respected Vice President Achins of all the regions. All the respected Achins who have joined today, especially Matthew Thomas Achin, who has joined us from Canada to give us the message. Our dear elders, Sheena, the diocesan treasurer, all the former diocesan leaders, regional and unit secretaries, former and current, Elizabeth Auntie, our prayer coordinator, Sally Kuchima, and all my dear sisters who have joined today. On behalf of the Diocese of Southwest America, I welcome you all to this blessed fasting prayer, the Friday before the Nineveh Lent starts. Hebrews chapter 10, verses 24 and 25 says, "And let us consider one another in order to stir up love and good works, not forsaking the assembling of ourselves together, but exhorting one another, and so much more as you see the day approaching." പ്രാർത്ഥനയോഗങ്ങൾ ഉപേക്ഷിക്കാതെ പരസ്പരം സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം കൂട്ടുവാൻ നമ്മൾ അന്യോന്യം സൂക്ഷിക്കണം. ആ ദിവസം അടുത്ത് എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യണം. ദൈവം ചേർത്ത് വെച്ച കൂട്ടായ്മകളെ മാനിച്ചുകൊണ്ട് let us thank the Lord for all the goodness that he has given us. ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങാം. Rejoice in hope, be patient in tribulation, be constant in prayer. I prayerfully request Ebiachin to start with the opening prayer. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവേ, ഈ നല്ല കൂടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാനും നിന്നെ പാടി സ്തുതിപ്പാനും നിന്റെ വചനങ്ങളിൽ നിന്ന് കേട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും ഇങ്ങനെ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. പട്ടിണിയിലും പ്രയാസത്തിലും ദുരിതങ്ങളിലും കഴിയുന്നവരെ ഓർക്കുന്നു. പ്രകൃതിക്ഷോഭത്താൽ കഷ്ടപ്പെടുന്നവരെ ഓർക്കുന്നു. വഴിയാത്ര ചെയ്യുന്നവരെ ഓർക്കുന്നു. നിന്റെ കൃപയിൽ എല്ലാവരെയും അവിടുന്ന് കാത്ത് പരിപാലിക്കണം. മാതാപിതാക്കളെയും ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തെയും ഞങ്ങളുടെ സഹോദരങ്ങൾ പാർക്കുന്ന എല്ലാ ദേശങ്ങളെയും ഈ ലോകം മുഴുവനെയും നിന്റെ ഉള്ളം കയ്യിൽ അവിടുന്ന് വഹിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് അരുളി ചെയ്ത ശബ്ദം കേട്ട് ജീവിപ്പാനും മുൻപോട്ട് ധൈര്യത്തോടെ നടപ്പാനും ഞങ്ങൾക്കിടയാകണം. വഴിയിൽ തളർന്നു പോകാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് വചനം സംസാരിക്കുന്ന ആചാര്യശ്രേഷ്ഠനെ അനുഗ്രഹിക്കണമേ. തിരുവചനം നിന്റെ ദാസനിൽ കൂടി ഞങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം നിന്റെ വായ് തുറക്കണമേ. നിന്റെ ബുദ്ധിയും ജ്ഞാനവും അവിടുന്ന് നൽകണമേ. കുടുംബമായി കാത്തു പരിപാലിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. നിന്റെ സന്നിധിയിലിരിക്കുന്ന അല്പസമയം വേറെ മറ്റ് സമയങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠമാണെന്ന് ബോധ്യപ്പെടുവാൻ ഞങ്ങൾക്കിടയാകും. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. Amen. Today's prayer is led by St. Mary's Church, Orlando from Southeast Region, Florida. I welcome everyone who has joined from that region and our sisters who would lead us in scripture verses, hymns, and prayers today. Praise the Lord. Praise, O servants of the Lord. Praise the name of the Lord. Is anyone cheerful? Let him sing praise. ദൈവത്തെ വീണ്ടും വീണ്ടും സ്തുതിപ്പാൻ I call Miss Vincy Verghese to unmute and sing.
Can you hear me? Yes. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ ആഴിയതിൽ ഓളങ്ങളാൽ അലഞ്ഞിടുമ്പോൾ നിൻ തണലിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട് ചേർത്തിടുമേ ഭവനമതിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട് ചേർത്തിടുമേ ഭവനമതിൽ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിടുന്നു വലിയ രക്ഷ ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതിൽ ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതിൽ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. Thank you, Vincy. Now, Ms. Lalumol Zachariah will read the scripture verses for us. As we listen to the scripture verses, let us fearfully have reverence for the Lord. കേക്കാവോ? കേൾക്കാം. ഓക്കെ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വചനങ്ങൾ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനോ,
നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലുമെന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായ്കയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിലാർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവനവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. What a powerful scripture. ആരവനെ അധികം സ്നേഹിക്കും? Which one of us will love him more? Of course, the one who was forgiven more. It gives us hope in our despair. Are we the most troubled? Do we find ourselves locked up in our guilt? Lord says, look no further, for your sins are forgiven. What more do we need for our salvation? His grace is enough. Praise the Lord. Thank you, Lalumol Aunty. ഇന്ന് നമുക്ക് തിരുവചനം കേൾപ്പിച്ചു തന്ന കാത്രിൻ ആൻറ്റി, വിൻസി ആൻഡ് ലാലുമോൾ ആൻറ്റിയെയും അവരുടെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണല്ലോ. ഇഫ് വി കൺഫെസ് അവർ സിൻസ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു ഫർഗീവ് us our sins and to cleanse us from all unrighteousness. Putting our faith in his word, let us bow our heads in prayer as Ebiachin leads us into Kauma and Anudava Prarthana. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നമസ്കാരം ശുശ്രൂഷകൾ തന്നെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം ഭക്ഷണപ്പെടണമേ. രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനസ്സമേതനും തമ്പുരാനുടെ വീഴ്ച കൊള്ളണമേ. ആമീൻ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞാൻ നിന്നെ വന്ദിക്കുന്നു. മനുഷ്യ സ്നേഹമുള്ളവനെ, നിന്റെ കൃപയോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. മനസ്സോട് മനസ്സുകൂടാതെയുമുള്ള എന്റെ പാപങ്ങളെ നീ മോചിക്കണമേ.
ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവനെ, എല്ലാ കാലത്തും എല്ലാ സമയത്തും എന്നേക്കും ഞാൻ നിന്നെ സ്തോത്രം ചെയ്ത് വന്ദിപ്പാനായിട്ട് മരണത്തിന് മുമ്പ് ആ സത്യ അനുതാപം എനിക്ക് നൽകണമേ. ദൈവമേ, ബലഹീന മനുഷ്യനെ പോലെ ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്തു പോയി. കാരുണ്യവാനും മനുഷ്യസ്നേഹിയുമായ ദൈവത്തെ പോലെ നീ എനിക്ക് മോചനം നൽകണമേ. എന്തെന്നാൽ നീ നല്ലവനും ദയവാനുമാകുന്നു. നിന്നെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞാൻ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. താങ്ക് യു അച്ഛ. ഷൈല മാത്യു ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും, അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വരയതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ പാതയിൽ അതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിയണമേ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിയണമേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. താങ്ക് യു. താങ്ക് യു ഷൈല. നന്ദിയോടെ എന്നും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയട്ടെ. May our hearts swell in thankfulness to our Lord. God bless you and your family, Shaila. Before we embark on our next task, let us be reminded that we are entering into the Nineveh Lent next week. We have a chain prayer during the Lent from starting early morning of Monday. At your convenient time, choose a slot and dedicate your prayers. We know there is nothing that is impossible to our Lord, and relying on this confidence that we have toward Him, we open our hearts in prayers that if we ask anything according to His will, He hears us. And if we know that He hears us in whatever we ask, we know that we have the requests that we have asked Him. Moving on to today's message. Proverbs chapter 3 verses 5 and 6 says, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. Trust in the Lord with all your heart and lean not on your own understanding. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും.
Trusting in your guidance, Lord, we open our hearts to receive your divine teachings today. Gracious Lord, as we prepare to look into your word, we acknowledge your presence among us. May this time of communion with you open our hearts to receive the message you have prepared for us. വചനം കേൾക്കാനും അത് മനസ്സിലാക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് I request എബി അച്ഛൻ to introduce Father Matthew Thomas, the speaker for us today. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സന്തോഷം എന്നൊരു വാക്കുണ്ട്. അത് വെറും വാക്കല്ല. ദാറ്റ്സ് എ ഫീലിംഗ്, ടു ബി ഹാപ്പി. എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് സങ്കടമുണ്ടെന്ന് മുഖത്ത് നോക്കി അറിയാൻ പറ്റത്തില്ല. എങ്കിലും ഐ തിങ്ക് ഓൾ ആർ ഹാപ്പി. ബട്ട് അങ്ങനെ പറയും. എല്ലാവരോടും ഞാൻ ചോദിക്കും, നിങ്ങളെല്ലാം സന്തോഷമുള്ളവരാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ OVBS പണ്ട് പഠിച്ചിട്ടുള്ളൊരു പാട്ട്, ഇഫ് യു ആർ ഹാപ്പി ആൻഡ് യു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ഒരു പാട്ടുണ്ട്. നിങ്ങൾ സന്തോഷിതരാണോ നിങ്ങൾ കൈകൊട്ട എന്ന് പറയും. ഈ സന്തോഷം എന്ന് കാപ്പി പറയുന്ന വേണോ കുഞ്ഞാ? വാക്ക്, അതായിരുന്നു എന്റെ കാപ്പി. ഓക്കെ. അയ്യോ ഞങ്ങൾക്കാർക്കും വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ടും കുടിച്ചാൽ മതി. പ്ലീസ് മ്യൂട്ട് യുവർ. അപ്പം നമുക്കൊരു സന്തോഷം വരണമെങ്കിൽ എന്തു ചെയ്യണം? ചില ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കാം, നമ്മൾ പലയിടങ്ങളിലും പോകും സന്തോഷം കണ്ടുപിടിക്കാൻ, എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ഒരിക്കല് once in a party, a spouse was asked by the leader of the party, this was the question, does your husband make you happy? ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ന്യായമായ രീതിയിൽ എല്ലാ ഭർത്താക്കന്മാരും വളരെ കൂർമ്മ ചെവിയോടെ ഇങ്ങനെ ഇരിക്കും. എന്തായിരിക്കും എന്റെ ഭാര്യയുടെ ഉത്തരം? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ടോ? There comes the answer. The spouse says no, and the husband was shocked with the response. And all the people was ready to hear why the husband does not make her happy. She continued. She said, he never makes me happy, and he does not make me happy because to make me happy is not his responsibility, but to be happy is my responsibility. ഇതാണ് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. There are two ways to be unhappy every time. There are two ways to be unhappy. One, try to make others happy. We will be unhappy forever. Every time when we try to make others happy, we will be unhappy. And the second thing, expect everybody to be happy with you. These are the two ways which we can be unhappy every time and every time in our life. മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കുമെന്നും നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട്. Don't expect to be happy with others every time, and don't expect to make others happy every time. എന്നിട്ട് ഈ ഭാര്യ ഒരു കാര്യം കൂടെ പറഞ്ഞു, whether I am happy or not, it's not a thing that depends on him, but on me. Dependence on others is called disappointment. ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ
കൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ എപ്പോഴും സങ്കടങ്ങൾക്ക് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. Whether I am lot or little, I decide to be happy. ഇതാണ് പൗലോസ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ദാരിദ്ര്യത്തിലിരിക്കാനും എനിക്കറിയാം, സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, രണ്ടായാലും എന്നെ കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ ജീവിതത്തിൽ സന്തോഷിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റും. Do not make any criteria for the happiness. Do not make a line and say, this much is my happiness. This much should be my happiness. ഇതാണ് ജീവിതത്തിൽ സങ്കടങ്ങൾ വരാനുള്ള ഏറ്റവും വലിയ കാരണം. ഇപ്പൊ നമ്മളെ ഭർത്താവ് സന്തോഷിപ്പിക്കണമെന്നും ഭാര്യ സന്തോഷിപ്പിക്കണമെന്നും മക്കൾ നമ്മളെ സന്തോഷിപ്പിക്കണമെന്നും പള്ളിക്കാരെല്ലാം കൂടി സന്തോഷിപ്പിക്കണമെന്നും നാട്ടുകാർ മുഴുവൻ നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ സന്തോഷത്തിന്റെ ലേഖനമാണല്ലോ. സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിലും സന്തോഷിപ്പീൻ, എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകട്ടെ. ഈ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്ന, ദൈവത്തെ അറിയുവാനും അവനോട് ചേർന്ന് പോകുവാനും കഴിയുന്ന ഒരു അനുഭവം. 3 നോമ്പ് തുടങ്ങുകയാണ്. തിങ്കളാഴ്ച നമുക്ക് 3 നോമ്പ് തുടങ്ങുകയാണ്. 3 നോമ്പിൽ നമ്മൾ കാണുന്നത് അയക്കപ്പെടേണ്ട ഇടത്തേക്ക് അയക്കപ്പെട്ടവൻ പോയില്ല. ദൈവം അവനെ വിളിച്ച് വീണ്ടും അവൻ നഷ്ടപ്പെട്ടു പോയ ഇടത്ത് നിന്ന് അവനെ അയക്കപ്പെടേണ്ട ഇടത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഓർമ്മ നമ്മുടെ ജീവിതം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന അതാണ്. അയക്കപ്പെടുന്ന ഇടങ്ങളിൽ പോകാൻ നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് അവിടെ സന്തോഷമില്ല. നമ്മളെ ആക്കി വെക്കുന്നിടത്ത് നമുക്ക് പോകാൻ താല്പര്യമില്ല. ദൈവം ആക്കി വെക്കുന്ന ഇടങ്ങളിൽ നമുക്ക് പലപ്പോഴും സന്തോഷം തോന്നാറില്ല. അവിടെ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതിന് പകരം നമ്മൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ പോയി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും, മത്സ്യം വിഴുങ്ങും. ശരിയായ ഇടത്ത് ദൈവം നമ്മളെ കൊണ്ടാക്കി വെക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷിക്കുക, സമാധാനിക്കുക, പ്രത്യാശയിൽ ജീവിക്കുക. അതിന് ദൈവം ഇടയാക്കട്ടെ. ഈ പരിശുദ്ധ 3 നോമ്പിലൂടെ അയക്കപ്പെട്ട ഇടങ്ങളിലേക്ക് പോകാനും അവിടെയുള്ള സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ നന്മ കണ്ടെത്തുവാനും നമുക്ക് ഇടയാവണം. അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മാത്യു തോമസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ പത്തനംതിട്ട സ്വദേശിയാണ്. പത്തനംതിട്ട കുടുംബം സെന്റ് ബെഹനാൻസ് ഇടവക അംഗമാണ്. ഇപ്പോൾ അച്ഛൻ കാനഡ ഭദ്രാസനത്തിലെ ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നു. അജാക്സ് പള്ളിയുടെ വികാരിയായി പ്രിയപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ കാനഡ ഭദ്രാസനം, പുതിയതായി രൂപീകരിക്കപ്പെട്ട കാനഡ ഭദ്രാസനത്തിന്റെ MMVSന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അച്ഛനെ ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചത്. മറ്റൊരു ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരു വൈദികൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഭദ്രാസനത്തിലെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് പോകുവാനും അച്ഛൻ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒക്കെ ഒന്ന് ചേർന്ന് പോകുവാനും തക്കവണ്ണം ഇടയാകുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛനെ വിളിച്ചത്. ഞാനും അച്ഛനും തമ്മിൽ വളരെ വർഷത്തെ പരിചയമുണ്ട്. വൈദികനായ കാലം മുതൽ പ്രിയപ്പെട്ട അച്ഛനുമായിട്ട് വളരെ ഞങ്ങൾ രണ്ടും ഒരു ഭദ്രാസനത്തിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പേരും 2 ഭദ്രാസനത്തിലായി. അച്ഛൻ കാനഡയിലും ഞാൻ അമേരിക്കയിലുമായിട്ട് 2 ഭദ്രാസനങ്ങളിലാണ്. നല്ല സംഗീതത്തെക്കുറിച്ച് അവഗാഹമുള്ള, നല്ല പാട്ടുകൾ രചിക്കുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗീതജ്ഞൻ കൂടിയാണ് പ്രിയപ്പെട്ട മാത്യു തോമസ് അച്ഛൻ. അച്ഛനെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ക്ഷണിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ വരാമെന്നേറ്റു. അച്ഛനെത്തി. നമ്മെ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അച്ഛൻ നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട അച്ഛനോട് സ്നേഹവും നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഭക്ഷണത്തിനായി പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കേൾക്കാമല്ലോ ചില കേൾക്കാം. വളരെ സന്തോഷത്തോടുകൂടെ അമേരിക്ക സൗത്ത് വെസ്റ്റ് ഡയസിന്റെ MMVSന്റെ വളരെ സജീവമായി പ്രാർത്ഥനാപൂർവമാവുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഇന്ന് നിങ്ങളോടൊപ്പമായി ഈ മീറ്റിങ്ങിലായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠര്,
ഈ MMESൻ്റെ ഡയസിസിൻ്റെ വൈസ് പ്രസിഡന്റ് എബിയച്ചൻ, ഇതിൻ്റെ ഡയസിസിൻ്റെ ചുമതലക്കാർ, കടന്നു വന്ന എല്ലാ മെമ്പേഴ്സ്, പ്രവർത്തകർ, വിശ്വാസികൾ, നിങ്ങൾക്കേവർക്കും ഇതൊരു നാമത്തിൽ സ്നേഹവന്ദനം. വലിയൊരു സന്തോഷമുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ ജനിച്ച അല്ലെങ്കിൽ നമ്മൾ വളർന്ന, മിക്കവാറും എല്ലാവരും വളർന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറി നമുക്ക് ഈ ദേശത്ത് അനുഗ്രഹീതമായി സഭയോട് വിശ്വാസത്തോട് ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയാക്കുന്നത് ഒരു വലിയ കൃപയാണ്. കാനഡ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ജീവിത സാഹചര്യങ്ങൾ ഏകദേശം ഒരേപോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസ തീവ്രതയിൽ ഈ ദേശത്ത് വളരെ സാക്ഷ്യത്തോടുകൂടെ സഭയുടെ കൊമ്പുയർത്തി ആയിത്തീരുവാൻ നമുക്ക് ദൈവം ഇടയാക്കുന്നു. ഞാൻ അവിടുത്തെ MMESൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, വളരെ സജീവമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഭാഗമായിരുന്ന ഇവിടുത്തെ കാനഡ റീജിയനിലെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പോൾ ഡയസിസിൻ്റെ പ്രവർത്തനങ്ങളായിട്ട്, അപ്പം അവിടുത്തെ വാൻകൂവറിലും എഡ്മണ്ടനിലും ഒക്കെയുള്ള MMESൻ്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായ ഡയസിസിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്നത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വളരെ ആശ്ചര്യത്തോടു കൂടിയാണ്, സന്തോഷത്തോടു കൂടിയാണ് ഞാനത് കേട്ടതും മനസ്സിലാക്കി. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടിയപ്പോൾ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് എബിയച്ചൻ വിളിച്ച് ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ അറിയിച്ചതും. അച്ഛനുമായുള്ള ഏറെ സ്നേഹവും തോന്നുന്നുണ്ട്. എന്നേക്കാൾ സീനിയർ, ഞങ്ങളെല്ലാം വളരെ ശ്രേഷ്ഠതയോടുകൂടെ ജ്യേഷ്ഠ സഹോദരനായി കരുതുന്ന എബിയച്ചൻ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹബന്ധത്തിൽ ആയിരിക്കുവാൻ, അതോടൊപ്പം മറ്റ് വൈദിക ശ്രേഷ്ഠരും ഈ മീറ്റിങ്ങിലുണ്ട്, നിങ്ങളോടൊപ്പം ആയിത്തീരുവാൻ ദൈവം ഇടയാക്കി. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ 3 നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഒരുക്കങ്ങൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു കാര്യം അത് ഭംഗിയാകണമെങ്കിൽ നല്ലൊരു ഒരുക്കം ആവശ്യമാണ്. ഈ ഒരു മീറ്റിംഗ് തന്നെ നടക്കണമെങ്കിൽ ഈ മീറ്റിങ്ങിന് വേണ്ടി നമ്മളെല്ലാം കൂടിയെങ്കിൽ ഈ മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്ത് ഇത് ഓരോ പ്രോഗ്രാമുകൾ, ഓരോ ബൈബിൾ റീഡിംഗ് ആണെങ്കിലും ഓരോ പാട്ടുകളാണെങ്കിലും പാടിയവരുമൊക്കെ ഒരു നല്ല ഒരു പ്രിപ്പറേഷൻ, ഒരുക്കം അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പം ഏതൊരു കാര്യമാണെങ്കിലും, ഏത് പ്രൊഫഷണൽ ആണെങ്കിലും, ഏത് ശുശ്രൂഷയിലാണെങ്കിലും ഒരു ഒരുക്കം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു മിനിയേച്ചർ ഒരു നോമ്പാണിത്. അങ്ങനെയും ചിലരൊക്കെ അതിനെ കരുതുന്നുണ്ട്. കാരണം വലിയ നോമ്പിന് അതേ പ്രാധാന്യത്തോടെ, അതേ കാഠിന്യത്തോടുകൂടെ, അതേ രീതിയോടുകൂടെ നമ്മൾ ഈ 3 നോമ്പിലാവുകയാണ്. പല സ്ഥലങ്ങളിലും ഈ 3 നോമ്പിന് ദിവസം വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷകളും, പ്രത്യേകിച്ച് ഞാനും എബിയച്ചനും ഒക്കെയുള്ള പത്തനംതിട്ട തുമ്പോൺ ഡയസിസിലും മാക്കാങ്കുന്ന് കൺവെൻഷനും ഒക്കെ വളരെ സജീവമായി 3 നോമ്പ് നമ്മൾ കൊണ്ടാടുന്നു. അപ്പം അങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സമയങ്ങളാണ്. ലോകമൊക്കെയും എല്ലാ സഭകളും ഈ 3 നോമ്പ് നിനിവേയിലെ ആളുകൾ അനുതാപത്തിലേക്ക് യോന മുഖാന്തരം നയിക്കപ്പെട്ടതിനെ ഓർക്കുകയാണ്. ശരിക്കും ഒരു അനുതാപത്തിൻ്റെ ഓർമ്മകളാണ്, അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ 3 നോയമ്പിൻ്റെ ദിവസങ്ങൾ എന്നുള്ളത്. അപ്പോൾ പ്രോഫറ്റ് ജോനയെക്കുറിച്ച് നമുക്കെല്ലാം ഏറെ അറിവുള്ള, എല്ലാ വർഷവും ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും പറയുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ജോന പ്രവാചകൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിരുന്നു. AD 8th സെഞ്ച്വറിയിൽ BC ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ. 2 Kings chapter 14 verse 25 യോനയുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒക്കെ ജോനയെക്കുറിച്ച് കാണുന്നുണ്ട്. ജോന ആദ്യം പോകുന്നില്ല, നമുക്ക് അറിയാം, നിനിവേയിലേക്ക്. കാരണം ഇസ്രയേലും ശത്രുതയുള്ളൊരു സമൂഹമായിരുന്നു ഈ നിനിവേയിലെ വാസികൾ. അവർ യഹൂദന്മാരല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ
അവർ രക്ഷപ്പെടണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഒരു പക്ഷേ ആ പ്രവാചകനിലെ ആദ്യ സമയത്ത് ഭരിച്ചിരുന്നില്ല. എബിയച്ചൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ഞാൻ മുഖാന്തരം സന്തോഷം നൽകണമെന്ന ഒരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എബിയച്ചൻ വളരെ ലളിതമായിട്ട് വളരെ സുന്ദരമായിട്ട് സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും സന്തോഷത്തിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സന്തോഷം എന്നുള്ളത് മറ്റുള്ളവർ എനിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, നാം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു കാര്യം കൂടെയാണ് എന്നുള്ളത്. മറ്റുള്ളവരുടെ വേദന ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ മാധ്യമങ്ങളിൽ കൂടെ, ഇന്നത്തെ ലോകത്തിൽ കൂടെ മറ്റുള്ളവർ വേദനിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ പോലുമുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യാനുള്ളൊരു മനോഭാവം പലയിടത്തെങ്കിലും വളർന്നു വരുന്നത് കാണുന്നത്. ശത്രുക്കൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ തന്നെയാണ് യോനാപ്രവാന്റെ മനസ്സിൽ ആദ്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം വന്നത്. അവര് ഞങ്ങളുമായിട്ട് വലിയ കൂട്ടൊന്നുമില്ല, ശത്രുതയാണ്, സ്നേഹമൊന്നുമില്ല, അതുകൊണ്ട് അവര് രക്ഷപ്പെടേണ്ട ആവശ്യമൊന്നും കാര്യമായിട്ട് എനിക്ക് തോന്നണമെന്നില്ലത് കൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിക്കാൻ ആദ്യ വിമുഖത കാണിച്ചത്. എന്നാൽ പിന്നീട് മനസ്സ് മാറുകയാണ്. ഒരു ടേണിംഗ് പോയിന്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. പലപ്പോഴും അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും. ഈ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകണം. ശരിക്കും വിശുദ്ധ മാമോദീസയിൽ കൂടി ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായതാണ് എനിക്കും നിങ്ങൾക്കൊക്കെ, വിശ്വാസിയായി ജീവിക്കുന്ന എല്ലാവർക്കും. അതിൽ നമ്മൾ മുൻപോട്ട് പോകുകയാണ്. പക്ഷേ ഈ വീണ്ടും ജനനത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ലഭിച്ചില്ലെങ്കിൽ അത് കൃത്യമാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. എല്ലാ കൂദാശകളും കുമ്പസാരവും ഒക്കെ അതാണ്. ശരിക്കും ഒരു കുമ്പസാരത്തിൻ്റെ സമയം പോലെയാണ് നിനുവയുടെ നോമ്പ് നാം കാണുന്നത്, നിനുവക്കാരുടെ ആ നോമ്പിനെ നമ്മൾ കാണുന്നത്. ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ഉള്ള ഒരു സമൂഹത്തിൻ്റെ, ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനുള്ള ഒരു ജനസമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് യോനാ പ്രവാചകൻ നടത്തുന്നത്. യോനാ പ്രവാചകനിൽ കൂടെ നടക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തെ അറിയാതെ ഇരുന്ന, ദൈവത്തിങ്കിലേക്ക് തിരിയാതെ ഇരുന്ന ഒരു സമൂഹത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന ഒരു ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവമാണ്. ശരിക്കും ഇതാണ് നമ്മൾ മുഖാന്തരം നമ്മളൊരു ടൂളായി മാറുകയാണ്. യോനാ പ്രവാചകൻ ടൂളായി മാറിയതുപോലെ നിനുവേക്കാര് നെട്ടുകൊടുത്ത് ചാരത്തിലിരുന്ന് രാജാവ് മുതൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വരെ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അനുതപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടൂൾ, ദൈവത്തിൻ്റെ ഒരു ടൂളായി മാറുകയാണ്. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ടൂളായി യോന മാറുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഓരോ നോമ്പുകളും ഇങ്ങനെ ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ടൂള് ആയിട്ട് ഞാനും നിങ്ങളൊക്കെ മാറേണ്ടിയിരിക്കും. അത് നമ്മുടെ മിനിസ്ട്രിയുടെ ലെവല് പലതരത്തിലായിരിക്കും. നമ്മൾ ശുശ്രൂഷിക്കുന്ന ദേവാലയങ്ങളുണ്ട്, സഭയുണ്ട്, നമ്മൾ സർവീസ് ചെയ്യുന്ന മേഖലകളുണ്ട്, ജോലി സ്ഥലങ്ങളുണ്ട്, മറ്റുള്ളവരോട്ട് ഇടപെടുന്നുണ്ട്, ദേവാലയങ്ങളുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് നമുക്ക് മാറുവാൻ ഇടയാകട്ടെ എന്ന് ആദ്യമേ ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു എന്ന് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിന് 33-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളൊക്കെ സമാഗമന കൂടാരത്തിൽ മോശ ഇങ്ങനെ ചെല്ലുന്നതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജനം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മോശ ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മേഘം അവിടെ ഇറങ്ങി വരികയും ആ സമയം അവരുടെ കൂടാരവാതുക്കൽ ആളുകൾ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അനുഭവം കാണുന്നുണ്ട്. അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു എന്ന് പറയുകയാണ്. അപ്പം സമാഗമന കൂടാരം എന്നുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണല്ലോ നമ്മുടെ ദേവാലയങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക്, അത് പ്രാർത്ഥനയായാലും ഭവനങ്ങളായാലും ഉദാശകളായാലും എല്ലാം ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുന്നതും ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു
ഫ്രൈഡേയുടെ ഈ ഒരു സ്ലോട്ടിൽ പോലും നമ്മളൊരു 1 hour ദൈവസന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ പോലും ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരെല്ലാവരും ആ ഒരു സാന്നിധ്യത്തിലേക്ക്, അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു എന്നാണ് പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. അതിനുശേഷം ഇങ്ങനെ കടന്നു വന്നവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ച് കാണുന്നുണ്ട്. മോശ ഏറ്റവും ഒരുക്കത്തോടു കൂടിയാണ് ഈ സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ കാണുമ്പോൾ ദൈവ സാന്നിധ്യത്തെ ദർശിക്കാനുള്ള ഒരു അവസരം മോശയ്ക്ക് ലഭിക്കണം. വളരെ ലഘുവായൊരു അനുഭവം മോശയ്ക്ക് നൽകുകയാണ്. അത് ഒരാൾക്കൊരു മനുഷ്യന് അത് മാത്രമേ താങ്ങാൻ കഴിയത്തുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മോശയോട് പറയുകയാണ്, ചെറിയൊരു വെളിപാട്, ചെറിയൊരു വെളിച്ചം നിനക്ക് ഞാൻ നൽകാം, എന്നെ നിനക്ക് കാണണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് മോശയ്ക്ക് ദൈവത്തെ ദർശിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ്. മലമുകളിലേക്ക് ചെന്ന് കയറി എന്ന സമയത്ത്, അവിടെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന സമയത്ത് ദൈവ സാന്നിധ്യം മോശയ്ക്ക് വെളിപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ എല്ലാ മലിനതകളെയും മാറ്റിവെക്കണം എന്നുള്ളതാണ്. ആ ദൈവ സാന്നിധ്യത്തിലേക്കുള്ളൊരു യാത്ര മോശയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. 2 പ്രാവശ്യം മോശ സീനായി പർവ്വതത്തിൻ്റെ ഉത്തുംഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവിടെ കൽപ്പനകളുമായിട്ട് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ആദ്യത്തെ ഒരു 40 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ കയ്യിൽ കൽപ്പനകളുണ്ട്. പക്ഷേ താഴെ വന്ന ജനസമൂഹത്തിൻ്റെ ആ പ്രവർത്തനം കണ്ടിട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ അന്യ ദൈവത്തിങ്കിലേക്ക് പോയത് കണ്ട് തൻ്റെ കയ്യിലിരുന്ന കൽപ്പനകൾ എറിഞ്ഞ് ഉടയ്ക്കുന്ന മോശയെ കാണുന്നുണ്ട്. വീണ്ടും ചെല്ലാൻ വേണ്ടി ദൈവം അവനോട് മോശയോട് പറയുകയാണ്. അങ്ങനെയാണ് മോശ അവിടേക്ക് കയറി ചെന്ന് ദൈവ സാന്നിധ്യത്തിലായി ദൈവം സംസാരിക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഈ അധ്യായങ്ങളിൽ പുറപ്പാട് 33-34 ചാപ്റ്റേഴ്സിലൊക്കെ കാണുന്നുണ്ട്. വളരെ വിശദമായി കൽപ്പനകൾ, ആജ്ഞകൾ ദൈവം മോശയ്ക്ക് നൽകുകയാണ്. അത് മോശ താഴേക്ക് ഇറങ്ങി വന്ന് സമൂഹത്തിന് നൽകുകയാണ്. ഒരു ഒരുക്കത്തോട് കാത്തിരുന്നു. അഹരോനും മറ്റുള്ളവരെല്ലാം ഒരുക്കത്തോടുകൂടെ കാത്തിരുന്നു. മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം ഇങ്ങനെ പ്രകാശിതമായെന്നാണ്. ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന മോശയുടെ മുഖം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രകാശിച്ചു എന്നാണ് കാണുന്നത്. ഞായറാഴ്ച നമ്മൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രകാശം നമുക്ക് കാണാം. അത് നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു പ്രകാശമാണ്. നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ പള്ളിയിൽ നിന്നും ആരാധന ആത്മാർത്ഥമായി പൂർത്തിയാക്കി വളരെ തീവ്രമായി അതിൽ പങ്കെടുത്തിറങ്ങി വരുമ്പോൾ, പ്രത്യേകിച്ച് പട്ടംകുടകളോ ശുശ്രൂഷകളോ സാക്രമെൻറ്റുകളോ ഒക്കെ കഴിയുമ്പോൾ, അച്ഛന്മാർക്ക് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ എന്തോ ഒരു പ്രകാശം നമ്മളിലുണ്ട് എന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് കഴിയുന്നതാണ്. അത് ഇറങ്ങി വരുമ്പോൾ എന്തോ ഒരു അനുഭവം. അങ്ങനെ മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മുഖം പ്രകാശുന്നു. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഒരാളുടെ മുഖം, ഒരാളുടെ തേജസ് വർദ്ധിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ മാമോദീസയിൽ കൂടെ ഈ ഒരു തേജസ്, പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കപ്പെടണം. അപ്പം അതിൻ്റെ ശോഭ കൂടണമെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ അങ്ങനെ ഇരിക്കണമെന്നുള്ളതാണ്. മോശ 40 ദിവസവും 40 രാവും ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ ആയിരുന്നു എന്നതാണ് മോശയെക്കുറിച്ച് പറയുന്നത്. അപ്പം ദൈവ അന്വേഷണത്തിലേക്ക് എത്തിച്ചേർക്കാൻ നമുക്ക് മോശയ്ക്ക് മുഖാന്തരം കഴിഞ്ഞു. അങ്ങനെ ജനസമൂഹം, താഴെയുള്ള ജനസമൂഹം ദൈവത്തിനെ പരിപൂർണമായി അനുസരിക്കുകയും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം അവിടെ നമുക്ക് കാണുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തും, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു എന്ന് പറയുകയാണ്. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുകയാണ്, എൻ്റെ അന്വേഷണം ഉയർത്തുകയാണ്. എൻ്റെ കണ്ണുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ബോധവുമൊക്കെ അങ്ങനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ അവിടെ പറയുന്ന ആശ്വസിക്കുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു എന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ ഇടഭാഗത്ത് നമ്മൾ ഇങ്ങനെ ശുശ്രൂഷൻ വായിക്കുകയാണ്. നമ്മുടെ പട്ടക്കാരൻ ഇങ്ങനെ പറയണം, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും
ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണമെന്ന് പറയുകയാണ്. അപ്പം നമ്മളുടെ ഷാർപ്പാവുകയാണ്, നമ്മുടെ ബോധവും വിചാരവും ഒക്കെ ദൈവസന്നിധിയിലേക്ക്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു കയറി ചെല്ലലാണ് ആരാധനകളും കൂട്ടായ്മകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ദൈവസന്നിധിയിലേക്കുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പം അന്വേഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ആശ്രമത്തിൽ ആളുകൾ കുറയുന്നുണ്ട്. പുതിയതായിട്ട് അന്തേവാസികളൊന്നും വരുന്നില്ല. ആളുകൾ കുറയുകയാണ്, പുതിയതായിട്ട് ആളുകളൊന്നും വരാത്തത് കൊണ്ട്. അപ്പോൾ ഉടനെ അതിൻ്റെ കാരണം അറിയാൻ വേണ്ടി വേറൊരു സന്യാസിയുടെ അടുക്കലേക്ക്, വിശുദ്ധൻ്റെ അടുക്കലേക്ക് ഈ മഠത്തിൻ്റെ അധിപതി പോവുകയാണ്. അപ്പോൾ അവിടെ ചിലവ് പറയുകയാണ്, തിരിച്ചു വന്നിട്ട് നീ അവരോട് പറയണം, നിങ്ങളുടെ ഇടയിൽ ആരോ ഒരാൾ അത് ക്രിസ്തുവാണെന്ന് പറയുകയാണ്. തിരിച്ച് ഈ മഠത്തിൻ്റെ അധിപതി തിരികെ ആശ്രമത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, ആ സന്യാസിവരെയും പറഞ്ഞത് പറയുകയാണ്, നമ്മളിൽ ആരോ ഒരാൾ ക്രിസ്തുവാണ്. അപ്പോഴത്തേക്കിന് അവരുടെ എല്ലാവരുടെയും ഭാവം മാറുകയാണ്. എല്ലാവരും പരസ്പരം കരുതുവാൻ തുടങ്ങുകയാണ്, ബഹുമാനിക്കാൻ തുടങ്ങുകയാണ്, വന്ദിക്കുവാൻ തുടങ്ങുകയാണ്, അവരെ കരുതുവാനും അവരെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങുകയാണ്. കാരണം അവർക്കറിയില്ല തങ്ങളിൽ ആരാണ് ക്രിസ്തു. അപ്പം മറ്റുള്ളവൻ ക്രിസ്തുവാണ് എന്നുള്ളത് കൊണ്ട് അവനെയെല്ലാം ശുശ്രൂഷിക്കുകയാണ്. ഞാൻ ക്രിസ്തുവാണെന്നുള്ള ഒരു ബോധ്യം, ഞാനായിരിക്കും എന്നുള്ള ബോധ്യത്തിൽ അവർ തന്നെ ജീവിതം ക്രമീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ആശ്രമത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും മാറി വളരെ സുന്ദരമായൊരു അനുഭവത്തിലേക്ക് ഇത് കണ്ട അനേകം ആളുകൾ ആശ്രമത്തിലേക്ക് പുതിയവരായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ വേണ്ടി, ക്രിസ്തുവിനെ പോലെ ആകുവാനും പറയുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ആയിത്തീരണമെന്നുള്ളതാണ് ക്രിസ്തു ഓർപ്പിക്കുന്നത്. ക്രിസ്തു പറയുന്ന വാക്കും അത് തന്നെയാണല്ലോ, നിങ്ങൾ മറ്റുള്ളവനെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവനെ കരുതുമ്പോൾ അത് എന്നെ ആകുന്നുവെന്ന് ക്രിസ്തു പറയുകയാണ്. അപ്പോൾ ഒരു അന്വേഷണം, മലമുകളിൽ ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുകയാണ്. രാജ്യവും നീതിയും, ദൈവരാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പീൻ എന്ന് പറയുകയാണ്. ഒരു അന്വേഷണം, ഈ അന്വേഷണമാണ് നടക്കേണ്ടുന്നത്. യോനാപ്രവാ നിനുവയിലും ഈ ഒരു അന്വേഷണം അനുതാപത്തിലേക്കുള്ളൊരു പോക്കാണ്, ദൈവത്തിലേക്കുള്ളൊരു പോക്കാണ്. ദൈവം ഇല്ലാത്തത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് തിന്മയിലേക്ക് മനുഷ്യൻ പോകുന്നത്. നന്മയുടെ ഉറവിടം ദൈവമാണെന്ന് മനസ്സിലാക്കുകയും നന്മ അന്വേഷിക്കുകയും നീതി അന്വേഷിക്കുകയും അത് മുഖാന്തരം ദൈവത്വത്തെ കണ്ടെത്തുകയും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം യോനാ പ്രവാചകൻ ഒരു വലിയൊരു ഉപകരണമായിട്ട് മാറുകയാണ്, അവരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ വേണ്ടിയുള്ള. അപ്പം കുടുംബത്തിലായിരിക്കും നമുക്ക്, ഇടവകളിലായിരിക്കും നമുക്ക് ഈ ഒരു ബോധ്യം വേണം. ഞാൻ മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനുള്ളൊരു ടൂളായിട്ട് എനിക്ക് മാറണം. ഞാനായിരിക്കണം മാതൃക. ആ ആശ്രമത്തിൽ ഓരോരുത്തരും കാണിച്ചത് ആ ഒരു മാതൃകയാണ്. താനൊരു സുന്ദരമായ മാതൃകയാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും സേവിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത ഒരാളെ പോലെ നമുക്ക് ആയിത്തീരണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. സെഫന്യാ പ്രവാചകൻ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യരുമേ, അവനെ ദൈവത്തെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ എന്ന് പറയുകയാണ്. നീതി അന്വേഷിപ്പീൻ, ദൈവത്തെ അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ എന്ന് പറയുകയാണ്. ഭൂമിയിലെ സകല നീതിമാന്മാരുമേ, സൗമ്യതയുള്ളവരുമേ, നിങ്ങൾ ദൈവത്വത്തെ അന്വേഷിപ്പീൻ എന്ന് സെഫന്യാ പ്രവാചകൻ പറയുകയാണ്. ഒരു അനുതാപത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു നോമ്പ് കാലഘട്ടം നമുക്ക് നൽകുന്നത്. ശരിക്കും നമ്മളെ ഒന്ന് റിവൈവ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഒരു നോമ്പിന്റെ കാലഘട്ടം എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു നോമ്പിന്റെ കാലഘട്ടം ഏറ്റവും അനുഗ്രഹീതമാകണം എന്നുള്ളത് ഏറ്റവും ഓർമ്മിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഒരുക്ക സമയമാണ് ഈ ഒരു ദിവസങ്ങളൊക്കെ. ഈ 3 നോമ്പിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ചെയിൻ പ്രയർ നടത്തുകയാണ് അവർ. ഇവിടെയും അത് മൺഡേ ഈവനിങ് തൊട്ട് ആരംഭിക്കും, 24 hours. അപ്പോൾ അതൊരു വലിയ
കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മോശ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. മോശ കൂടാരത്തിലേക്ക് ദൈവ സാന്നിധ്യത്തിലായിരുന്നപ്പോ ആ ഒരു സാന്നിധ്യത്തിൽ നിൽക്കുവാൻ എല്ലാവരും ആഗ്രഹിച്ചു എന്നുള്ളതാണ്. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട സമാഗമന കൂടാരത്തിൽ ചെന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു അന്വേഷണം ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ വിളിച്ചടിപ്പിക്കുന്നതാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയവും ദൈവ സാന്നിധ്യത്തിലാണ് എന്ന ബോധ്യത്തിൽ, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സമയമാണ് എന്ന ബോധ്യത്തിൽ ആയിത്തീരണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. 3 നോമ്പ്, വലിയ നോമ്പിന് മുമ്പുള്ള ഒരു വലിയ ഒരുക്കത്തിൻ്റെ സമയം, നമ്മളെ ഒന്ന് പ്രിപ്പയർഡ് ആക്കുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ പദ്യങ്ങളിലെല്ലാം, ഗീതങ്ങളിലോ പ്രാർത്ഥനയിലെല്ലാം ഈ ഒരു അനുതാപത്തിനെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അനുതാപമില്ലാതെ പോകാൻ പാടില്ല. അനുതാപം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ശരിയെക്കുറിച്ച് കൂടുതൽ ബോധ്യം ഒരാൾക്കുണ്ടാവുക. ഒരല്പം പോലും ഞാൻ തെറ്റിപ്പോകരുത് എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് വളരെ ശരിയോടുകൂടെ, വളരെ നീതിയോടുകൂടെ ഒരാൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ശരി നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാകണം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു തെറ്റ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോൾ ഈ ക്യാമറയിലൊക്കെ വൈറ്റ് ബാലൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വൈറ്റ് ബാലൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു പിക്ചറിൻ്റെ ഒരു ടോൺ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വൈറ്റ് ബാലൻസ് കൃത്യമാക്കിയിട്ടാണ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഫോട്ടോ എടുക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ കൃത്യമാകണം. ആ ഒരു പ്യൂരിറ്റി കൃത്യമാക്കാനായിട്ട്, ആ ഒരു ശുദ്ധി കൃത്യമാക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഒരു വ്യത്യാസവും ഒരു ഷെയ്ഡും നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊന്നും കടന്നു വരുവാനായിട്ട് ഇടയാകരുതെന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഉള്ളത്. വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടാനുള്ള ഉദാശകളിൽ കൂടെ നമ്മളെല്ലാം സഞ്ചരിക്കുമ്പോൾ അത് വിശുദ്ധ കുമ്പസാരമാകട്ടെ, വിശുദ്ധ കുർബാനയാകട്ടെ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാകട്ടെ, എന്തെല്ലാം അത് നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കണം, ദൈവത്തിലേക്കുള്ള കൂടുതൽ അന്വേഷണത്തിനായിട്ട് എത്തിത്തീരട്ടെ. ഇന്നത്തെ സമയവും അതിന് ഏറ്റവും ധന്യതയായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. സമയം അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ അനുഗ്രഹീതമായി കൂടുതൽ ദൈവത്തെ അറിയുവാനും കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കുവാനും അന്വേഷിക്കുവാനും, സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും, 8-ാം അധ്യായം 17-ാം വാക്യമാണ്. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും എന്ന് പറയുകയാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ പൂർണ്ണ ജാഗ്രതയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് ഇസ്രായേൽ സമൂഹം ദൈവത്തെ അന്വേഷിച്ച് സമാഗമന കൂടാരത്തിൽ ചെന്നതുപോലെ, ദൈവ സാന്നിധ്യത്തിൽ മോശ വസിച്ചതുപോലെ, ഈ 3 നോമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടുതൽ തീവ്രമായി ദൈവ സാന്നിധ്യത്തിലായിത്തീരുവാനായിട്ട്, ദൈവബോധത്തിലായിത്തീരുവാനായിട്ട്, അത് നിർത്താനുള്ള കാര്യങ്ങൾ എന്നും അതിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കൂടിയാണ് ഈ ഒരു ദൈവ സാന്നിധ്യത്തിൽ. അങ്ങനെ ജീവിക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏറ്റവും ധന്യതയോടുകൂടെ ഈ ദിവസങ്ങളിൽ മുൻപോട്ടും നമുക്ക് ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് എബി അച്ഛനോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കട്ടെ. ദൈവം നമ്മെ ഇവരെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതോടൊപ്പം കാനഡയുടെ ഭാഗമായി ഉള്ള ഒരു റീജിയൻ MMBSൻ്റെ പ്രവർത്തനം ആ ഡയസിനോട് ചേർന്ന് ഏറെ നാളുകളായി പ്രവർത്തിക്കുന്നതാണ്. ആ ഭാഗത്ത് നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കും പ്രാർത്ഥനകൾക്കും നേതൃത്വത്തിനും പ്രത്യേകിച്ച് അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഈ ഭാഗത്തെ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. കുറേ റെഫറൻസുകൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും ഡയസിസിനും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കും ലഭിക്കുമെന്നുള്ള നല്ല പ്രത്യാശയുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം കൂടെ ഈ സമയത്ത് ഭദ്രാസനത്തിലെ MMBS പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് തിരുമേനിയോടും വൈദികരോടും ഇതിൻ്റെ ചുമതലക്കാരായ എല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന എബി അച്ഛനോടും അറിയിക്കുന്നു. ദൈവം നമ്മളേറെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ട മാത്യു തോമസ് അച്ഛനിലൂടെ നമ്മൾ കേട്ട വളരെ അനുഗ്രഹീതമായ ഒരു
വചനം എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ദൈവ അന്വേഷണം എന്നുള്ള, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു. ഇതൊരു ദൈവാന്വേഷണം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ മുതൽ ഇറങ്ങി നടന്ന് ടോർച്ചടിച്ച് അല്ലെങ്കിൽ ഒരു വടിയും പിടിച്ച് ഇങ്ങനെ നടന്ന് അന്വേഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ജീവിതത്തിലും ദൈവത്തെ അന്വേഷിക്കുക. അതുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് എന്നാണ് പറയുക. നമ്മൾ ലോകപ്രകാരമുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. കാരണം അവന്റെ ബുദ്ധി ഈ ലോകപ്രകാരമുള്ള ബുദ്ധിയാണ്. പക്ഷേ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ, അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും മാത്രം വന്നപ്പോഴും അവർ ദൈവത്തെ അന്വേഷിച്ചവരാണ്. ഇന്ന് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നന്മകൾ ഉണ്ടാകുന്നെങ്കിൽ അവിടെ ദൈവം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇൻസ്റ്റന്റ് അനുഗ്രഹങ്ങളും ഇൻസ്റ്റന്റ് പ്രാർത്ഥനകളും കരകവിഞ്ഞൊഴുകുന്ന ദൈവ ശുശ്രൂഷയുടെ അനുഭവങ്ങളും ഒക്കെ ഇന്നത്തെ അവിടെയാ ദൈവം എന്ന് നമ്മൾ വിചാരിക്കുന്ന, ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് അന്വേഷിച്ച് എവിടെയാ പോയത്? പണ്ട് യേശുദാസ് പാടിയ ഒരു പാട്ട്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയും അലഞ്ഞു ഇവിടെയും അലഞ്ഞു, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം, അവിടെയാണ് ഈശ്വരന്റെ ഗേഹം. അപ്പൊ ദൈവം എവിടെയാ? ദൈവത്തെ നമ്മൾ ഇവിടെ വെച്ചിട്ട് അന്വേഷിക്കാൻ പോവുക. കണ്ണാടി മൂക്കിൽ വെച്ചിട്ട് കണ്ണാടി തപ്പുന്നത് പോലെ നമ്മളെല്ലാവരും ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച കൂട്ടത്തിലാണ് മോശ മുകളിൽ നിന്ന് കൽപ്പനകളുമായിട്ട് ഇറങ്ങി വന്നത്. ദൈവം കൊടുത്ത എല്ലാ നന്മകളും ഒക്കെ ദിവസവും നമ്മൾ മന്നായും ഭക്ഷിച്ച് എല്ലാ കരുതലും രാത്രിയും പകലും എല്ലാം കരുതലെല്ലാം കിട്ടിയ ജനം ഒരു നേരം മോശയൊന്ന് മാറിയപ്പോ ഇനി ദൈവമില്ല എന്നൊരു ചിന്ത ഉണ്ടായപ്പോ കാളക്കുട്ടിയിലേക്ക് തിരിഞ്ഞു. നമ്മളും പലപ്പോഴും അങ്ങനെ നമ്മുടെ ദൈവാന്വേഷണമൊക്കെ അങ്ങനെയാണ്. ഒരു നേരം കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ കാളക്കുട്ടിയെ അന്വേഷിച്ചു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കിടക്കുന്ന പൊന്നും വെള്ളിയും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പറയും, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അതിന് താലിമാല വരെ ഊരാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണവും വീട്ടിലിരിക്കുന്ന പണവും ഒക്കെ കൊടുക്കാൻ തയ്യാറാണ്. എന്തിനാ? പുതിയ ഒരു ദൈവത്തെ കണ്ടെത്താൻ. ഈ ലോക സമ്പത്ത് കൊണ്ട് പുതിയ ദൈവത്തെ കണ്ടെത്താൻ കഴിയും എന്നുള്ള വ്യർത്ഥമായ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തത്. ശിഷ്യന്മാർ രാത്രിയിൽ കർത്താവ് പോയി എന്ന് വിചാരിച്ചിട്ട് പോലും രാത്രിയിൽ മീൻ പിടിക്കാൻ ഇറങ്ങി ഒന്നും കിട്ടിയില്ല. അവൻ അക്കരെ നിന്ന് പറഞ്ഞു, ദാ അവിടെ നിങ്ങളുടെ തൊട്ടടുത്ത് വലതുവശത്ത് ഒന്ന് വലയിറക്കി അവിടെ ഉണ്ട്, അവൻ കൂടെയുണ്ട്. പെരുത്ത മീൻകൂട്ടത്തിന് അവൻ കൂടെയുണ്ട്. വേറെ എങ്ങും അന്വേഷിക്കണ്ട. നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ മാത്രം ദൈവത്തെ അന്വേഷിക്കുക. നിങ്ങൾ നിൽക്കുന്നതിന്റെ താഴെ പെരുത്ത മീൻകൂട്ടമുണ്ട്. ഒന്ന് വലയിട്ടാൽ മതി. പക്ഷെ അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കുകയും അവനെ അന്വേഷിച്ച് കണ്ടെത്തുകയും ആ വാക്കിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും വേണം. അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾ വളരെ ശക്തമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. നമ്മൾ 3 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു ടേണിങ്, യു ടേൺ. നമുക്കറിയാമല്ലോ, ഹൈവേയിലൊക്കെ പോകുന്ന ആളുകൾ എത്ര പ്രാവശ്യം യു ടേൺ എടുത്തിട്ടുണ്ട്. എന്തിനാ യു ടേൺ എടുക്കുന്നത്? കൃത്യമായ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അല്പം ഒന്ന് ദിശ തെറ്റിയെന്ന് തോന്നുമ്പോ യു ടേൺ. യു എന്ന വാക്കിന് ഞാൻ എന്നർത്ഥമുണ്ട്, നീ എന്നർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം ചേരുമ്പോൾ നമുക്ക് വി ഹാവ് ടു ടേൺ. If I had lost my way, we have to make a U-turn. Otherwise, we will lose our destination. അതുകൊണ്ട് നമ്മുടെ എത്തേണ്ട ഇടം നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഇടയാകണം. അതിന് നല്ലൊരു ടേണിംഗ് പോയിന്റായി ഓരോ നോമ്പുകളും പ്രാർത്ഥനകളും ഓരോ വെള്ളിയാഴ്ചകളും നമുക്കതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മാത്യു തോമസ് അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും ഈ സമയത്ത് ഡയസിന്റെ പേരിൽ, MMESന്റെ പേരിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രിയപ്പെട്ട അച്ഛന്മാരുടെ പേരിൽ, ഞങ്ങളുടെ എല്ലാ സഹോദരിമാരുടെയും എല്ലാ അമ്മമാരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാനഡ ഭദ്രാസനത്തിന്റെ MMESന്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയം നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Acha. Thank you, Matthew Acha, for that wonderful message to show us where do we seek our God from. And Abhi Acha for reminding us that happiness is a feeling. Where do we seek our happiness from? It is all a question that we need to ask ourselves.
We look outside to see God and happiness, but the answer lies within ourselves. To be happy is our own responsibility, and our happiness comes from the Lord. And the Lord says, you can be happy even if you are spiritually poor, for then the kingdom of God will belong to you. God Himself will belong to us. You can be happy even if you moan, for then God will comfort you. And then, even in your persecutions, we can be happy because God sees us, and then He will reward us accordingly. Thank you so much, both Matthew Achan and A.B. Achan, for that wonderful message and for summarizing that up for us. Devtana Stuti. Philippians chapter 4, verse 6 and 7 says, likewise, the Spirit helps us in our weakness, for we do not know what to pray for as we ought, but the Spirit Himself intercedes for us with groanings too deep for words. Placing our offerings and our prayers to the Lord, പ്രാർത്ഥനയോടുകൂടെ, we remember the Catholicate of our church, His Holiness our Bava Tirumeni, all our Tirumenis leading the various dioceses of our church, especially Evanius Tirumeni, our diocesan metropolitan, all the leaders and all the anointed in different denominations, submitting all our clergies, deacons, and subdeacons, especially Father Matthew Achan, who gave us the message today. We also pray for all the clergies in the newly formed Canada Diocese and all the leaders of various spiritual organizations. Our former and current MMVS leaders at diocese, regional, and unit levels here in America, and all the MMVS leaders at the diocese level and the regional level in Canada. To all the Sunday School, MGOsism, and other organizations, spiritual organizations of our church, submitting everyone and all the organizations in prayer today, praying for our homeland, India, and the country where we made our home today. ഈ പ്രാർത്ഥന കുറേ പേർക്ക് ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. They would like to thank the Lord for their blessings, remembering their thankfulness in our prayers today. Birthday celebrate ചെയ്യുന്ന Elsie, Needu, Leji, Jisha, Jibu, and all others who celebrate their birthdays this month. For all those who celebrate their wedding anniversaries, may God continue to dwell as the head of their household. For all those who are attempting their exams, Sam and Megha who have requested for prayers. സിക്കായിരിക്കുന്ന പിങ്കോലിൽ അച്ഛൻ, ജോസഫ്, ലീലാമ്മ, റോസമ്മ, സൂസി എന്നിവരെ പ്രാർത്ഥനയിൽ സമർപ്പിക്കും. Annamma Philip, we have been praying for her, and right now she is in unbearable pain due to her sickness. സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് കീഴപേക്ഷിക്കാം. സൗഖ്യം പ്രാപിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. Noah, Nathan, Krista, Joseph, Joel, Matthew, Faith, Kurian, we have been praying for all of them. സിക്കായിരിക്കുന്ന സൂസമ്മ, നിഷ, സേറ, മൈക്കിൾ, കുരുള, സാബു, ലിസി, ജെസ്സി, ചെറിയാൻ, ഡോണ, ജോർജ് വർഗീസ്. Sabu is currently in critical condition. For Roshni, who is in a life-threatening situation currently. Anila is recovering from surgery and may need to go to subsequent surgery due to complications. Praying for her father, who is admitted in the hospital. ദൈവമേ നീ അവിടുന്ന് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. Father, kindly stretch out your healing hand and touch each one of them, Lord, എന്ന് അപേക്ഷിക്കാം. Thanking a Lord for all those who had been traveling and have safely reached their destinations. Thank you, Father, for their safekeeping. Pray for the caretakers, those who give their whole and soul in serving their loved ones. Pray that God gives them immense power and strength, especially Sarama Matthew, Elizabeth Auntie, and Smita Khushi, who is attending their beloved ones, their husbands, grandson, and
father who is sick. Praying for the building of the churches, the church in Calgary, Edmonton, Atlanta, St. Thomas, St. Barnabas, St. Gregorius, Houston. Praying for the congregation of St. Mary's Orthodox Church, Southwest Florida. Pray that Lord help them have a house of prayer, and may it all be done for the glory of God. Praying for Dinama Joy and George Jacob. They have their surgeries scheduled. Praying for Jilu, who had a surgery this past week. Praying for the Family and Youth Conference that is scheduled to be held in Atlanta in July. Praying for the younger generations ahead of us. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. Pray that Lord, lead them in your light. Align their desires according to your will and wish. Pray for the ones who went ahead of us, for those who departed from us. Jason, George Joseph, Chinnamma Varghese, Pio Ponus. Pray for their families that they have been broken and wounded in their absence. Pray that God in his abundant mercy comfort them and fill the void in their lives. Pray also for the people struggling every single day for a morsel of food. For all those who are struggling in pain with various diseases, with cancer, with trauma every single day. For those who are crying because of their children, for those who are praying for the sufferings of their loved ones, for those who are praying to conceive, especially Abigail, Alisha, Anseli, രണ്ട് അഞ്ജലിമാരുണ്ട്, Anju, Rupa, Roshni, Ruby, Ruth. For those who are weeping in difficult relationships, for those who do not have a home of their own, for those struggling with dementia and Alzheimer's, for those struggling with their day-to-day needs in their old age, for those who are fighting for their rights, for those who are praying for spiritual growth, praying for job, praying to the Lord to stretch out his hand and heal everyone who is dumb, deaf, and mute. For the kids who are graduating this year, for those who are pursuing higher studies, for all of us responders, all our leaders, churches. Pray that Lord imparts wisdom to those in leadership, submitting all our prayers and petitions to our Lord, placing every prayer at his feet. I request Elizabeth Thomas Auntie to raise these petitions on behalf of all of us in prayer. ഭാരയ്ക്കുമാർ സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ മാത്രം യഹോവയാകുന്നു. നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. മഹാകാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി അങ്ങയെ ആരാധിക്കുവാനും ധ്യാനിക്കുവാനും നൽകുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രെയർ മീറ്റിങ്ങിനെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന ഏവരെയും അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കാതെ പോയവരെയും സമർപ്പിക്കുന്ന ദൈവമേ, ഏവരെയും വ്യക്തികളായും കുടുംബങ്ങളായും അനുഗ്രഹിക്കണമേ. വചനത്തിൽ വളരുവാൻ അതുപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാത്യു തോമസ് അച്ഛനിലൂടെ നല്ലൊരു മെസ്സേജ് ലഭിക്കുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദീർഘക്ഷമി മഹാദയമുള്ളവനെ, ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനവേയുടെ അനുതാപം പോലെ അനുതാപപ്പെടുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പൂർണ്ണ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. MMBS പ്രസ്ഥാനത്തെ കൂടുതലായി അനുഗ്രഹിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമ മഹത്വത്തിനായി തീരുവാനും സഹായിക്കണമേ. ഇന്ന് തിരുസന്നിധിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും വീണ്ടും സമർപ്പിക്കുന്നു. പേരായി സമർപ്പിക്കും ദൈവമേ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനും യാചനകൾ നൽകുന്നവനുമായുള്ളവേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ എല്ലാ വിഷയങ്ങൾക്കും തക്ക സമയത്ത് വിടുതലുകൾ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ.
കർത്താവെ, ഞങ്ങളെല്ലാവരെയും കുടുംബമായും ഇടവകയായും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, വയോധികരെ, രോഗസൗഖ്യത്തിനായി ആഗ്രഹിക്കുന്നവരെ, മറ്റെല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. തലമുറകൾ നശിച്ചു പോകാതെ നിന്റെ മക്കളെ ദൈവവിശ്വാസത്തിലും ക്രിസ്തു മാർഗത്തിലും ഉറപ്പിച്ചു നിർത്തണമേ യഹോവേ. സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും എല്ലാ സഭാപ്രവർത്തകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കുവാനും വളർത്തുവാനുമുള്ള കഴിവും ജ്ഞാനവും നൽകണമേ. ഞങ്ങളുടെ ഡയോസസിനെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇവാനോസ് തിരുമേനിയെയും MMVS വൈസ് പ്രസിഡന്റ് എബ്രാച്ചനെയും മറ്റും MMVS ഭാരവാഹികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ബാക്കി എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവെ, രാജ്യത്തും ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തുമുള്ള എല്ലാ MMVS പ്രവർത്തനങ്ങളെയും അവിടത്തേക്ക് വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവെ, ഭംഗിയായും ശക്തമായും തുടരുവാൻ കൃപ ചെയ്യണമേ. ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയും എല്ലാ ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീതിയോടും ന്യായത്തോടും കൂടി ഭരിക്കുവാൻ ഭരണാധികാരികൾക്ക് ബുദ്ധി ജ്ഞാനവും നൽകണമേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ക്രിസ്തുനാമം ഘോഷിക്കപ്പെടുമാറാകണമേ. ഈ നാടിയങ്ങൾ സമർപ്പിച്ച എല്ലാ അപേക്ഷകളും വീണ്ടും ഓർക്കുന്നു. കാരുണ്യവാനായ യഹോവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ആമേൻ. ബെനഡിക്ഷൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരും, പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലായിരിക്കുന്ന, ഇന്നത്തെ കൂട്ടായ്മയിലായിരിക്കുന്ന ഡയസിസിന്റെ MMVS പ്രവർത്തനത്തോടും പ്രവർത്തകരോടും ഞങ്ങളോടൊപ്പം ആയിരുന്ന വന്യ വൈദിക ശ്രേഷ്ഠരും എല്ലാ പ്രിയപ്പെട്ടവരോടും, പരിശുദ്ധ സഭയോടും ദേശത്തോടും ഞങ്ങളുടെ ഇടവകളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും ഞങ്ങളൊന്ന് വാങ്ങിപ്പോയവരുടെ കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you all. Cindy George will now give vote of thanks for today's meeting. കേൾക്കാവല്ലോ അല്ലേ? കേൾക്കാം. അഭിമന്യ തിരുമേനി ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് ഭദ്രാസനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. റെവറൻഡ് ഫാദർ എ ബി എബ്രഹാം, വൈസ് പ്രസിഡന്റ് SWA MMVS എല്ലാ മീറ്റിങ്ങിലും സമയം കണ്ടെത്തി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ റെവറൻഡ് ഫാദർ മാത്യു തോമസ് അച്ഛനോടുള്ള നന്ദിയും, ഇത് ഇന്നത്തെ മെസ്സേജ് അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും പ്രകാശമായി തീരുവാനും ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് അച്ഛനെ ബലപ്പെടുത്തിയതായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രെയർ കോർഡിനേറ്റർ എലിസബeth അരകൻ ആൻറ്റി നാട്ടിലായിരുന്നിട്ടും അവിടെ ഇരുന്നുകൊണ്ട് പ്രെയർ ലൈൻ്റെ എല്ലാ ചുമതലകളും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആൻറ്റിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് ആൻറ്റിയെയും ഹസ്ബൻഡിനെയും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രെയർ ലൈൻ ലീഡ് ചെയ്ത ഷിനി കുര്യനെ ബലപ്പെടുത്തിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ട്രഷറർ ഷീന പൊന്നൂസ് ചുമതലകളെല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഷീനയോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിങ്ങിന് നേതൃത്വം നൽകിയ മിസ്സസ് കാതറിൻ കുഞ്ഞു, മിസ്സസ് ബെൻസി വർഗീസ്, മിസ്സസ് ലാനോസ് സക്കറിയ എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്ന് പാട്ടുപാടി നമ്മളെ സഹായിച്ച ബെൻസി വർഗീസ്, ഷൈല മാത്യു എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ എലിസബeth തോമസിനോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും ദൂരെയും ചാറിയുമായിരുന്നുകൊണ്ട് പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത ഫ്ലോറിഡ റീജിയനിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഒർലാൻഡോയിലെ എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. Thank you. Thank you, Sini. Thank you. Thank you to everyone. Have a blessed Friday ahead. Thank you. Thank Thank you. you all. Thank you all. Bye-bye. Thank you. Thank you.